Dizo wireless dash. Dizoയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു നെക്ക് ബാൻഡ് ആണ്. 1299 രൂപ സ്പെഷ്യൽ ലോഞ്ച് ഓഫറിലാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് Dizo wireless dash നമ്മൾ വാങ്ങിച്ചാൽ വർത്ത് ബൈയിങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ പ്രോഡക്റ്റിന്റെ സവിശേഷതകൾ എന്നാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടായി ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ് എന്ന് പറയുന്നത്. ഏറ്റവും മുന്നിലായിട്ട് Dizo wireless dash എന്നും കൂടാതെ പ്രോഡക്റ്റിന്റെ ഫോട്ടോയും Realme Tech Lifeന്റെ ലോഗോ ഒക്കെ ഉണ്ട്. വലത് സൈഡിൽ കുറച്ച് കാര്യങ്ങൾ അവർ ഹൈലൈറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെ വീഡിയോയിൽ പൂർണ്ണമായും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ അങ്ങോട്ട് പറഞ്ഞില്ല. പുറകിൽ നോക്കുവാണെങ്കിൽ മന്ത് ആൻഡ് ഇയർ ഓഫ് ഇമ്പോർട്ട് എന്ന് പറയുന്നത് ഏപ്രിൽ 2022, മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുന്നത് 3499 രൂപയാണ്. എന്നാൽ സ്പെഷ്യൽ ലോഞ്ച് ഓഫർ എന്ന രീതിക്ക് 1299 രൂപയാണ് വാങ്ങിച്ചത്. കൺട്രി ഓഫ് ഒറിജിൻ എന്ന് പറയുന്നത് ചൈനയാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് ക്ലാസിക് ബ്ലാക്ക് ആണ്. ഇതല്ലാണ്ട് ബ്ലൂ, ഗ്രീൻ എന്നിങ്ങനെ മറ്റ് കളർ, അതായത് 3 കളേഴ്സിൽ നമുക്കിത് അവൈലബിൾ ആണ്. ഏതിനാണെങ്കിലും 1299 രൂപയാണ് ഇപ്പോഴത്തെ ആ ഒരു സ്പെഷ്യൽ ലോഞ്ച് ഓഫർ എന്ന് പറയുന്നത്. Realme LinkApp ആയിട്ട് ഈ ഒരു പ്രോഡക്റ്റും അപ്പോൾ വർക്കാകും. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പ്രോഡക്റ്റ് ഇവിടെ ഇരിപ്പുണ്ട്. അതല്ലാണ്ട് കൂടെ ഇവിടെ നമുക്ക് 2 ഡിഫറെൻറ്റ് സൈസസിലുള്ള ഇയർ ടിപ്സുകളാണ്. അതുപോലെ തന്നെ ഒരു ടൈപ്പ് സി മിനി കേബിളും ഉണ്ട്. കൂടാതെ ഒരു യൂസർ ഗൈഡുമാണ് നമുക്ക് നെക്ക് ബാൻഡ് കൂടെ ലഭ്യമാകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. എന്നാലും ഫിസിക്കലി ജസ്റ്റ് നോക്കുവാണെങ്കിൽ ഏറ്റവും മുകളിലായിട്ട് കാണാൻ സാധിക്കുന്നത് ഒരു മീഡിയം സോഫ്റ്റ് റബ്ബർ ടൈപ്പ് മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ഭാഗമാണ്. തൊട്ട് താഴെയായിട്ട് കാണാൻ സാധിക്കുന്ന 2 കമ്പാർട്ട്മെന്റ്സുകളും പ്ലാസ്റ്റിക് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. കമ്പാർട്ട്മെന്റ്സിൽ എടുത്ത് പറയേണ്ടത് കുറച്ച് ബൾക്കിയാണ്. Dizo wireless പവറും വെച്ചൊക്കെ ഒന്ന് കമ്പയർ ചെയ്യുവാണെങ്കിൽ കുറച്ചെന്നുള്ളതിൽ അത്യാവശ്യം നല്ല ബൾക്കിയാണ്. Dizo wirelessന്റെ പവറിന്റെ ആ ഒരു 2 കമ്പാർട്ട്മെന്റും കൂടി ഒരുമിച്ച് വയ്ക്കുമ്പോൾ കിട്ടുന്ന ഒരു തിക്നെസ് ഉണ്ടല്ലോ, അതാണ് ഇവിടെ നമുക്ക് ഒരെണ്ണത്തിൽ ഒരു കമ്പാർട്ട്മെന്റിൽ കാണാൻ പറ്റുന്നത്. അത്യാവശ്യം നല്ല ഒരു ഗ്രേഡിയന്റ് ടെക്സ്ചറൊക്കെ തന്നെയാണ് ആ ഒരു കമ്പാർട്ട്മെന്റ്സിൽ കാണാൻ സാധിക്കുന്നത്. വലതുവശത്ത് കൺട്രോൾ പാൻസ് ഉണ്ട്. നടുക്കായിട്ട് MFB, മുകളിലായിട്ടൊരു വോളിയം അപ്പ് ബട്ടൺ, ഏറ്റവും താഴെയായിട്ടൊരു വോളിയം ഡൗൺ ബട്ടൺ, കൂടാതെ ഒരു LED ഇൻഡിക്കേറ്റർ ഉണ്ട്. സൈഡിലായിട്ടൊരു ടൈപ്പ് സി പോർട്ടും കാണാൻ സാധിക്കും. ഏറ്റവും പിറകിൽ റൈറ്റ് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് നമ്മുടെ ബാറ്ററി കമ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഡിസോയുടെ ലോഗോ ഉണ്ട്. പിറകിൽ ഇതുപോലെ ലെഫ്റ്റ് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി താഴേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ഇയർബഡുകളായിട്ട് കണക്ട് ചെയ്യുന്ന കോഡ് നോക്കുവാണെങ്കിൽ പൊതുവേ നമ്മുടെ റിയൽമിയിലും അതുപോലെ തന്നെ ഡിസോയിലും കാണാൻ സാധിക്കുന്ന, നെക്ക് ബാൻഡുകളിൽ കാണാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ വയേർഡ് ഇയർഫോണിൽ കാണാൻ സാധിക്കുന്ന അതേ ആ ഒരു കോഡ് തന്നെയാണ്. വേറെ ഒരു ക്വാളിറ്റി വ്യത്യാസമോ ഒന്നും തന്നെ ഇല്ല. ഇവിടെയും അത്യാവശ്യം ഡ്യൂറബിലിറ്റി ഉണ്ടെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇനി ഇയർബഡുകളിലേക്ക് വരുവാണെങ്കിലും ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത് സെയിം റിയൽമി ഡിസോ ആ ഒരു ടിപ്പിക്കൽ ഡിസൈൻ തന്നെയാണ്. ഒരു ഡ്യുവൽ ഡിസൈൻ, അതായത് നമ്മുടെ മാറ്റ് ഫിനിഷും ഗ്ലോസി ഡിസൈനും കൂടെ വെച്ചിട്ടൊരു ഡിസൈൻ ആണ്. പിറകിലായിട്ട് ആ ഒരു ഗ്രേഡിയന്റ് ടെക്സ്ചർ ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കും. 11.2 mm ബേസ് ബൂസ്റ്റ് പ്ലസ് ഡൈനാമിക് ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് ഈ 2 ഇയർബഡുകൾ നമുക്ക് ലഭ്യമാകുന്നത്. കൂടാതെ ഇതിനകത്ത് മാഗ്നറ്റിക് ഇൻസ്റ്റന്റ് കണക്ഷൻ ഉണ്ട്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത് നമുക്ക് ബട്ടണിൽ മാനുവലി നമ്മൾ ഓണോ ഓഫോ ആക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ഇയർബഡിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഓൾറെഡി ഏത് ഡിവൈസിലാണോ പെയർ ചെയ്തിരിക്കുന്നത് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി കണക്ട് ആവും. കൂടാതെ നമ്മൾ അറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഡിസ്കണക്ട് ആവും. അതായത് ഡിറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഓൺ ആകും, അറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഓഫ് ആകും. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിലുള്ളൊരു ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴുത്തിൽ ഇട്ടേക്കുന്ന സമയത്ത് ചില ആൾക്കാർക്ക് ഇതുപോലെ ഇങ്ങനെ കൂട്ടിമുട്ടിച്ച് വെച്ചേക്കാൻ താല്പര്യം കാണത്തില്ല. അങ്ങനെയുള്ള ആൾക്കാർക്കാണെങ്കിൽ എന്താ പറയുക, ഇതൊരു ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. കാരണം നമ്മൾ സെപ്പറേറ്റ് ആക്കി വെച്ചിരിക്കുന്ന സമയത്ത് ഇത് ഓൺ ആയി തന്നെ കിടന്ന് ബാറ്ററി ഡ്രെയിൻ ആകാനായിട്ട് ചാൻസസ് ഉണ്ട്. 30 hours ആണ് എന്തായാലും ടോട്ടൽ പ്ലേ ടൈം കമ്പനി അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ ജസ്റ്റ് ഒരു 10 മിനിറ്റ് ചാർജ് കഴിഞ്ഞാൽ 10 മണിക്കൂറും ആ ഒരു പ്ലേ ടൈം ലഭ്യമാകുമെന്ന് കമ്പനി പറയുന്നുണ്ട്. എന്നാൽ എത്ര mAh ബാറ്ററി കപ്പാസിറ്റി ഉണ്ടെന്നോ അല്ലെങ്കിൽ ചാർജിങ് ടൈമും തന്നെ എവിടെയും തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല. എന്തായാലും 30 മണിക്കൂർ എന്ന് പറയുന്ന ഒരു 50% കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാനും ചാൻസസ് ഉണ്ട്. ബ്ലൂടൂത്ത് വേർഷൻ എന്ന് പറയുന്നത് 5.2 അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറയുന്നത് 10 മീറ്റർ ആണ്. കൂടാതെ IPX4 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം ഡ്രസ്സിലിംഗിലും അല്ലെങ്കിൽ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്താലും അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസസ് ഇല്ല. പിന്നെ ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ Realme LinkApp ആയിട്ട് വർക്കാവും. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് Realme ലിങ്കിലുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ Realme LinkApp ഞാനിവിടെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അവിടെ തന്നെ Dizo wireless dash ഇവിടെ കാണാൻ സാധിക്കും. അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, Dizo wireless പവറിൽ ഒരു പച്ച കളറിൽ കണ്ടോ അപ്പ് ബട്ടൺ കാണുന്നത്, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഈ ഒരു Dizo wireless പവർ അപ്ഡേറ്റ് ചെയ്യാൻ, അതായത് ഫേംവെയർ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. സെയിം നമ്മുടെ Dizo wireless ഡാഷിനും ആ ഒരു അപ്ഡേറ്റ് ഉണ്ട്. ഞാൻ എന്തായാലും അതൊക്കെ അങ്ങോട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ അവിടെ കണക്റ്റഡ് ആണ്, 90% ബാറ്ററി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. കൂടാതെ സൗണ്ട് എഫക്റ്റിൽ നോക്കുകയാണെങ്കിൽ ബേസ് ബൂസ്റ്റ് പ്ലസ്, ബാലൻസ്ഡ്, അതുപോലെ തന്നെ ബ്രൈറ്റ്, നിങ്ങൾക്ക് ഏതാണോ വേണ്ട. ബേസ് കുറച്ച് ഡോമിനേറ്റഡ് ആയിട്ട് വേണമെങ്കിൽ ബേസ് ബൂസ്റ്റ് പ്ലസിലേക്ക് പോകാം. ബാലൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് വേണമെങ്കിൽ അതിലേക്ക് ബാലൻസ്ഡ് പോകാം. അല്ല
ബ്രൈറ്റ് വോക്കൽ കുറച്ച് ഡോമിനേറ്റ് ആയിട്ട് വേണമെങ്കിൽ ഉറപ്പായിട്ടും ഒരു ബ്രൈറ്റിലേക്ക് പോകാം. പിന്നെ വോളിയം എൻഹാൻസർ നമ്മൾ ഓൺ ആക്കിയിടുവാണെങ്കിൽ ഒരു 50% കേട്ടാൽ ഒരു 60-70% കേൾക്കുന്ന അത്രയും നല്ല ലൗഡ്നെസ്സോട് കൂടിയിട്ട് കേൾക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് 88 ms ലോ ലേറ്റൻസി ഉണ്ട്. ആ ഒരു ലോ ലേറ്റൻസി മോഡ് അല്ലെങ്കിൽ ഗെയിം മോഡ് നമുക്ക് ഒന്നെങ്കിൽ റിയൽമി ലിങ്ക് ആപ്പിൽ വന്നിട്ട് ഇതുപോലെ ഓൺ ആക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് MFBയിൽ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് ഞാനിപ്പോൾ പറഞ്ഞുതരാം MFBയുടെ ഓപ്ഷൻ വരുമ്പോഴത്തേക്ക്. അതുപോലെ നോക്കുകയാണെങ്കിൽ ഓട്ടോ ആൻസർ, അതായത് നമ്മുടെ ഇയർബഡുകൾ സെപ്പറേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് കോൾ ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് കണക്റ്റഡ് ആവുന്നതാണ്. ഇനി ബട്ടൺ സെറ്റിംഗ്സിൽ പോവുകയാണെങ്കിൽ ഇവിടെ സിംഗിൾ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പ്ലേ ആൻഡ് പോസ് ആണ്. അതുപോലെ തന്നെ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ട്രാക്ക്, ട്രിപ്പിൾ ടാപ്പ് ചെയ്യുമ്പോഴാണ് ഗെയിം മോഡ് ഓൾറെഡി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടച്ച് ആൻഡ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ വോയിസ് അസിസ്റ്റൻസ് കൊടുക്കണം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണമെങ്കിൽ ഉറപ്പായിട്ടും കസ്റ്റമൈസ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ സിംഗിൾ ടാപ്പിൽ നിങ്ങൾക്ക് പ്രീവിയസ് ട്രാക്കിലേക്കോ അതല്ല എന്തായാലും വോയിസ് അസിസ്റ്റൻസ് കൊടുക്കണം, അതല്ല സ്വിച്ച് ഡിവൈസ് ചെയ്യണോ, ഏതായാലും ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സംഭവം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് ഈ ഒരു റിയൽമി ലിങ്ക് ആപ്പിൽ പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു പ്രോഡക്റ്റിന്റെ വെയറിംഗ് കംഫർട്ട് പറയുവാണെങ്കിൽ ഉറപ്പായിട്ടും നല്ല പെർഫെക്റ്റ് ആണെന്നുള്ളത് യാതൊരു സംശയവുമില്ല. എൻ്റെ റിയൽമിയുടെ പ്രോഡക്റ്റുകളുടെ റിവ്യൂ ആണെങ്കിലും അതല്ല ഡിസോ വയർലെസിന്റെ റിവ്യൂ ആണെങ്കിലും ഞാൻ അതിലൊക്കെ തന്നെ പറയുന്ന പോലെ നല്ല കംഫർട്ടാണ്. എനിക്ക് പൊതുവെ ഈ ഒരു റിയൽമി ഡിസോ പ്രോഡക്റ്റുകളുടെ ആ ഒരു വെയറിംഗ് കംഫർട്ട് എന്ന് പറഞ്ഞാൽ നല്ല പക്കയാണ്. പാസീവ് നോയിസ് ക്യാൻസലേഷനെ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് വർക്കൗട്ട് ആകുന്നുണ്ട്. ഇതിനകത്ത് പിന്നെ ENC വിത്ത് മൈക്കാണ്, അതായത് എൻവയോൺമെന്റൽ നോയിസ് ക്യാൻസലേഷൻ ഉണ്ട്. അപ്പോൾ എന്തുമാത്രം ആ ഒരു മൈക്ക് ക്വാളിറ്റി ഉണ്ടെന്ന് നിങ്ങളിപ്പോൾ കേൾക്കാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡിസോ വയർലെസ് ഡാഷിൽ നിന്നും ലഭ്യമാകുന്ന ആ ഒരു മൈക്ക് ക്വാളിറ്റിയാണ്. ഞാൻ നോർമലി സംസാരിക്കുന്നത് അത്യാവശ്യം നല്ല സൗണ്ടോട് കൂടിയിട്ട് കറങ്ങിക്കൊണ്ടിരിപ്പുണ്ട്. ഇൻഡോറിനകത്ത് ആ ഒരു മൈക്ക് ക്വാളിറ്റി എങ്ങനെയുണ്ട്? നെക്ക് ബാൻഡിൽ പൊതുവെ അത്യാവശ്യം ഡിസോയുടെ പ്രോഡക്റ്റുകളിലൊക്കെ തന്നെ അത്യാവശ്യം നല്ല മൈക്ക് ക്വാളിറ്റി തന്നെയാണ്. അതുപോലെ തന്നെ ആയിരിക്കും ഇതിലും കിട്ടുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു മൈക്ക് ക്വാളിറ്റി ഇഷ്ടപ്പെട്ടു അല്ലേ? ഏതായാലും അത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇനി ഒരു പ്രോഡക്റ്റിന്റെ മ്യൂസിക് ക്വാളിറ്റിയിലേക്ക് വരണമെങ്കിൽ പൊതുവെ ഡിസോയിൽ കാണുന്ന പോലെ തന്നെ SBC കോഡൊക്കെ മാത്രമേ ഉള്ളൂ, AAC ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ 100% പാട്ട് കേൾക്കുമ്പോഴത്തേക്ക് നല്ല രീതിക്ക് പതർച്ച, ആ ഒരു ഡിസ്ട്രാക്ഷൻ അനുഭവിക്കുന്നത് നമുക്ക് നല്ല രീതിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പൊതുവെ നല്ല മ്യൂസിക് അല്ലെങ്കിൽ നല്ല ഇൻസ്ട്രുമെന്റ്സ്, ഹെവി ഇൻസ്ട്രുമെന്റ് ഒക്കെ ഉള്ള പാട്ടുകൾ കേൾക്കുവാണെങ്കിൽ അവിടെയും നല്ല രീതിക്ക് തന്നെ ആ ഒരു ഡിസ്ട്രാക്ഷൻ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 70-80 മാക്സിമം 80% നമ്മൾ പാട്ട് കേൾക്കുന്നതാണ് കുറച്ച് സേഫ് സോൺ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ വോക്കൽ പോലും പതർച്ച ഫീൽ ചെയ്തിട്ട് എനിക്ക് അങ്ങോട്ട് എന്തോ ക്വാളിറ്റി ഫീൽ ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മ്യൂസിക് ലവേഴ്സ് ആണെങ്കിൽ ഇപ്പോൾ 100% പാട്ട് നല്ല ലൗഡായിട്ട് കേൾക്കാൻ ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ ഡിസപ്പോയിൻറ്റഡ് ആകും. അതർവൈസ് ഒരു 80% കേട്ട് കഴിഞ്ഞാൽ അതൊക്കെ മതിയെങ്കിൽ ഉറപ്പായിട്ടും വാങ്ങിക്കാം. 50% നമ്മൾ പാട്ട് കേട്ടാൽ പോലും ആ ഒരു എല്ലാം മ്യൂസിക് സെപ്പറേഷനും എല്ലാം തന്നെ ബേസും അത്യാവശ്യം നല്ല രീതിക്കൊക്കെ തന്നെ ഉണ്ട്. ബേസ് ഭയങ്കര ഡോമിനേറ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യം ഡോമിനേറ്റഡ് തന്നെയാണ് എന്ന് പറഞ്ഞ് ഭയങ്കര ഡോമിനേറ്റഡ് അല്ലാന്നേ ഉള്ളൂ. പിന്നെ ഞാൻ വീണ്ടും പറയുന്നത് ഇതുപോലെ 100% നമ്മൾ പാട്ട് കഴിച്ചാൽ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ബേസ് പിന്നെ പൊതുവെ ഈ ഒരു ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ തന്നെ 100% പാട്ട് കേൾക്കുന്നത്. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു പ്രോഡക്റ്റ് ഡിസപ്പോയിൻറ്റഡ് ആകും. അതർവൈസ് ഒരു കുഴപ്പമില്ല. ഗെയിമൊക്കെ കളിക്കാനായിട്ട് പക്ക തന്നെയാണ്. 88 ms ലോ ലേറ്റൻസി ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. പ്രോ പ്ലേയേഴ്സ് ആണെങ്കിൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവാം. പിന്നെ നമ്മൾ വീഡിയോസ് കാണുമ്പോഴത്തേക്ക് യൂട്യൂബിൽ കാണുമ്പോഴത്തേക്ക് ലോ ലേറ്റൻസി മോഡ് ഓഫ് ആക്കി ഇടുമ്പോഴത്തേക്കും ലിപ്സിംഗ് ഒക്കെ അത്യാവശ്യം വരുന്നുണ്ട്. എന്നാൽ പോലും ലോ ലേറ്റൻസി ഓൺ ആക്കി ഇടുമ്പോഴത്തേക്ക് നല്ല രീതിക്ക് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് യൂട്യൂബ് വീഡിയോസ് ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത്. 1299 രൂപയ്ക്ക് നമുക്കിത് വർത്ത് ബൈങ് ആണോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കുഴപ്പമില്ല. ഓൾ സ്പെക്ക് ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇത് വർത്ത് തന്നെയാണ്, വേറെ ഒരു പ്രശ്നമില്ല. 999 കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും കണ്ണും പൂട്ടി വാങ്ങിച്ചോളൂ. ഞാൻ പൊതുവെ അത് തന്നെയാണ് പറയുന്നത്. ഡിസോയുടെ പ്രോഡക്റ്റുകൾ 999 ഓഫർ സമയങ്ങളിൽ പലപ്പോഴും കാണാറുണ്ട്. ആ ഒരു സമയത്ത് നിങ്ങൾ കണ്ണും പൂട്ടി ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിയതിൽ വേറെ ഒരു പ്രശ്നമില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ അവിടെ വെച്ച് കൺക്ലൂഡ് ചെയ്യണം. എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുള്ള നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്യുക, കൂടുതൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ടേ. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.